തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. കാട്ടുപന്നിയുടെ ശല്യം അത് തടയാൻ സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റതെന്ന് സംശയം. വെള്ളൂമണ്ണടി ചക്കക്കാട് കുന്നുംപുറത്ത് വീട്ടിൽ ഉണ്ണിയാണ് മരിച്ചത്. മീൻ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. പോയി ഒരു 12 മണിയോടുകൂടി മീൻ പിടിച്ചു കഴിഞ്ഞ് ഇവിടെ വന്ന് രണ്ടുപേരെ താഴെ ആക്കിയിട്ട് അയാൾ വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതിൽ ചേർത്താണ് വെച്ചത്. സ്ഥിരം ഇവിടെ തന്നെയാണ് വണ്ടി കൊണ്ടുവയ്ക്കുന്നത്. വന്ന് കൈ അതിൽ കയറി തട്ടേന്തോ ചെയ്ത് തല ഇതിനകത്തായിപ്പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്? പന്നിക്കണി വെച്ചിരുന്നു അവിടെ? തീർച്ചയായും കാട്ടുപന്നിയുടെ ഈ പറഞ്ഞ കെണി വെച്ചിരുന്ന കമ്പിവേലിയിൽ നിന്നുമാണ് ഷോക്കേറ്റത്. നമ്മൾ ഈ പറയുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ അരുൺ എന്ന് പറയുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഈ പറയുന്ന പോലെ കമ്പിവേലിയിൽ നിന്ന് ഷോക്ക് കേൾക്കുന്നു. അപ്പോൾ ഈ നാട്ടുകാർ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആദ്യം ചോദിച്ചതുപോലെ ഇത് ഉണ്ടായത് രാത്രിയാണ്. ഇന്നലെ രാത്രി 1 മണിക്കാണ് ഈ അരുണും സുഹൃത്തുക്കളും 2 സുഹൃത്തുക്കളോടി താഴെയുള്ള ആറ്റിൽ നിന്ന് മീൻ പിടിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഷോക്ക് കേൾക്കുന്നത്. അദ്ദേഹം ബൈക്കിൽ വന്നിട്ട് ബൈക്ക് സ്റ്റാൻഡ് കൃത്യമായി വീഴില്ല. അങ്ങനെ ബൈക്കുമായി അദ്ദേഹം മറിഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെ അയാളുടെ തല ഈ പറയുന്ന സോളാർ വേലിക്കിടയിൽ പെടുകയാണ് ചെയ്തത്. അങ്ങനെ 2 സുഹൃത്തുക്കളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒരു സുഹൃത്തിനെ രക്ഷിക്കുന്നതിനിടയിൽ ഷോക്ക് കേൾക്കുന്നു. മറ്റൊരാൾ പിന്നെ ടയർ കൊണ്ട് വലിച്ച് പുറത്തേക്കിട്ടാണ് അവസാനം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. കന്യാകുളങ്ങര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായെന്നാണ് അധികൃതർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് നാട്ടുകാർ ആരോപണങ്ങളാണ്. കാരണം നാട്ടുകാർ പറയുന്നത് ഇതിൽ സോളാർ വേലി എന്നാണ് പൊതുവിൽ എല്ലാവരും അവിടെ പറയുന്നത്. എങ്കിലും ഇതിൽ വൈദ്യുതി ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ, അതായത് വേലി സ്ഥാപിച്ച അയാൾ പറയുന്നത് ഇതിൽ വൈദ്യുതി കടത്തി വിട്ടിട്ടില്ലെന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഒന്നാമത്തെ പ്രശ്നമായി നാട്ടുകാർ ഉന്നയിക്കുന്നത്. 2, ഈ റോഡിൻ്റെ വശത്തേക്ക് കയ്യേറിക്കൊണ്ടാണ് ഈ സോളാർ വേലി സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നടന്നു പോകാൻ പോലും പേടിയുണ്ടായിരുന്നു. നിരവധി പരാതികൾ, ആശങ്കകൾ ഉന്നയിച്ചിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു മനുഷ്യൻ ദാരുണമായ ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്നൊരു കാഴ്ചയാണ് വെഞ്ഞാറമൂട് നിന്നുണ്ടാകുന്നത്. അതും ഈ പറഞ്ഞ കാട്ടുപന്നി ശല്യമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാപിച്ചൊരു സോളാർ വേലിയാണ്. അപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇത് കയ്യേറ്റമായിരുന്നു. മറ്റൊന്ന് വൈദ്യുതി കടത്തിവിടുന്നു, സോളാർ മാത്രമാണെന്ന് സംശയമുണ്ട്, വൈദ്യുതി കടത്തിവിടുന്നു എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടായിരിക്കും. ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.